ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് ഒരു നൊബേൽ പ്രൈസ് കൊടുക്കേണ്ടി വരും, ക്ഷമയ്ക്കുള്ളത്. കാരണം അത്രയ്ക്ക് വെറുപ്പിലാണ് 2 മണിക്കൂറിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഈ സിനിമ എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത്, അത് മറ്റേ അത് സിംഹത്തിൻ്റെ ആ സാധനം, അതാണ് ഈ ഒരു സിനിമ. ആക്ച്വലി പണ്ട് ഏതോ ഒരു തെണ്ടി വെള്ളം അടിച്ചിട്ട് തിരുവനന്തപുരം സൂവിൽ ആ ഒരു സിംഹത്തിൻ്റെ കൂട്ടിച്ചാടിയ സ്റ്റോറിയാണ്. ആ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ ഡയറക്ടർ ജയകൃഷ്ണൻ, പുള്ളി എസ്രയൊക്കെ എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. അത്രയും നല്ല സിനിമ, അത്രയും കിടിലൻ സിനിമ എടുത്ത ഡയറക്ടർ ഇത് എന്തിനും പടച്ചു എന്നാണ്. എന്നാൽ ഇനി ഇങ്ങനെ ചെയ്യരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം ഇതങ്ങനെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ IMDb നോക്കിയപ്പോൾ റേറ്റിംഗ് 4 ഉള്ളൂ. അപ്പം എൻ്റെ മാത്രം തോന്നലല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ വേറെ റിവ്യൂ ഒന്നും ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയത് ഞാൻ കണ്ടൊന്നുമില്ല, OTT വന്നപ്പോഴാണ് കണ്ടത്. ഹോട്ട്സ്റ്റാറിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സിനിമ. അപ്പം സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അതാണ് സ്റ്റോറി. ആ ഒരു സ്റ്റോറിയേ ഉള്ളൂ, ഒരു ഷോർട്ട് ഫിലിമിലുള്ള സ്റ്റോറി പോലും ഇല്ല. പിന്നെ വെറുതെ ഒരുത്തനെ കുഴിച്ചടിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് അതിനകത്തൊരു പ്രേമവും ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ട്. ബ്രേക്കപ്പ് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ പറഞ്ഞ സമയത്ത് അത്രയും പ്രശ്നമുള്ള കാമുകി റേസർമാരെ വന്നില്ലെന്ന് പറഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ട് പോയി കൂട്ടിച്ചാടേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഉണ്ടോ? വല്ല ആവശ്യമുണ്ടോ? അവിടെ കൂട്ടിച്ചാടിയപ്പോൾ പിന്നെ അവിടെ വേറൊരു ക്യാരക്ടർ കൂടെ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സൂവിലെ ഒരു സെക്യൂരിറ്റി എന്നുള്ളൊരു ക്യാരക്ടറിനെ കൂടെ, സുരാജിൻ്റെ ക്യാരക്ടറിനെ വിടുന്നു. അങ്ങനെ കാണിക്കുന്ന കുറച്ച് വെറുപ്പിലാണ് ഈ ഒരു ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ആ ഒരു സിംഹക്കൂട്ടി കടന്ന് കാണിക്കുന്ന അഭിപ്രായങ്ങൾ കാണണം. സിംഹത്തെ ഒരുമാതിരി പട്ടിയാക്കുന്ന പരിപാടിയാണ് എന്നത് കാണിക്കുന്നത്. അവിടെ സിംഹം 2 പേരെന്നത് കിടക്കുകയാണ്. സിംഹം ഒന്ന് തൊട്ടുപോലും നോക്കുന്നില്ല ആദ്യത്തെ കുറച്ച് സമയം. സിംഹത്തിന് ആകെ 2 കിലോ ഇറച്ചിയാണ് രാവിലെ കൊടുത്തത്. എന്നിട്ട് സിംഹത്തിന് വിശപ്പും അറിയൂ. ആര് കാണും? എനിക്കറിയാൻ വയ്യ. ഒരുമാതിരി സിംഹത്തെ ഒരുമാതിരി കളിയാക്കുന്ന പോലെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോറി ഒരു 10-15 വർഷം മുന്നേക്ക് ആയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ സിംഹത്തിൻ്റെ കൂട്ടിച്ചാടി ഒരുത്തനെ അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ആരെങ്കിലും ആംബുലൻസ് വിടൂ കാമുകിയുടെ കൂടെ. അവനെ നേരെ അറസ്റ്റ് ചെയ്യത്തല്ലേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് അവനെ ഒറ്റയ്ക്ക് ആംബുലൻസെ കയറ്റി വിടുന്നു. അവിടുന്ന് പിന്നെ അടുത്ത ട്വിസ്റ്റ്, കോയിൻസിഡൻസ്, ഇങ്ങനൊന്നും വെറുപ്പിക്കരുത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നല്ല സിനിമ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചാണ് കണ്ടു തുടങ്ങിയത്. അത്രയ്ക്ക് ബിൽഡപ്പൊക്കെ ആയിരുന്നു ആദ്യത്തെ 2 മിനിറ്റ്. പിന്നെ അതേപോലെ തന്നെ ആ ബിൽഡപ്പ് അങ്ങ് പോയി എന്നുള്ളതാണ്. പിന്നെ മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്. മ്യൂസിക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്ലൈമാക്സ് ക്ലൈമാക്സ് എൻ്റെ പൊന്നേ, ക്ലൈമാക്സിലൊരു ഫൈറ്റ് കഴിഞ്ഞിട്ടൊരു കോമഡി. ഇത്രയും വലിയ കോമഡി ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. കോമഡി ഡ്രാമയാണ് ജോണർ സിനിമയുടെ. അത് കഴിഞ്ഞിട്ടൊരു പാട്ടും, എൻ സീനിലൊരു പാട്ടും. ഇതൊക്കെ എന്തിന് പടച്ചു എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. തിയേറ്ററിൽ പോയി കണ്ടവരെ സമ്മതിക്കണം, എനിക്ക് അത്രേ പറയാനുള്ള സമ്മതിക്കണം. ഇത് നല്ല സിനിമയാണെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോയി 2 മണിക്കൂർ അവിടെ ഇരുന്ന് ക്ഷമിച്ചിരുന്ന് ഈ സിനിമ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്കുണ്ടല്ലോ, അവർക്ക് സത്യം പറഞ്ഞാൽ വല്ല അവാർഡും കൊടുത്തേ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ല വെറുപ്പിച്ച് വെച്ചിട്ടുള്ളത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറയുക. ഇനി അതല്ല നിങ്ങൾക്ക് നല്ല സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നല്ല സിനിമയാണെന്ന് ഉള്ളതും വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.